ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർത്ഥതലങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്ലാസ് എന്നും പറഞ്ഞ് നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി നിങ്ങളെക്കൊണ്ടൊന്ന് ഓതിപ്പിച്ച് അതിൻ്റെ നേരെ മലയാള വിവർത്തനം നിങ്ങളെ കേൾപ്പിക്കാനും നിങ്ങളെ പഠിപ്പിക്കാനും ഇങ്ങനെ ഒരു ക്ലാസിൻ്റെ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം പാരായണം ചെയ്യാൻ പഠിക്കാൻ വേണ്ട സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഓരോരുത്തരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അതൊന്ന് ഓപ്പൺ ചെയ്ത് സൗദിയയിലെ മക്കയിലെ ഹറം പള്ളിയിലെ ഇമാമിയങ്ങൾ അബ്ദുറഹ്മാനു സുദൈസ് അടക്കമുള്ള പ്രഗത്ഭരായ ഇമാമിയങ്ങളുടെ ഓത്ത് ഓരോന്നായി സെലക്ട് ചെയ്താൽ അത് മനോഹരമായ ശൈലിയിൽ കേൾക്കാനും പഠിക്കാനും ഓതി ശീലിക്കാനും അതുമതി. ഈ ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്കുള്ള കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ടാങ്കൊക്കെ ഫുള്ളായി ഈ ക്ഷീണിച്ച് ചാരുകസേരയിൽ വീട്ടിൽ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ഇവിടെ വന്ന് തൂണ് പോലും ചാരിയിരിക്കാൻ എല്ലാവർക്കും കിട്ടൂല. ഇങ്ങനെ പ്രയാസപ്പെടേണ്ട ഒരാവശ്യമില്ല. കേവലം ഓത്ത് പഠിക്കാനാണെങ്കിൽ അങ്ങനെ ഓത്ത് പഠിപ്പിച്ചപ്പോൾ ഇവിടെ 15 ആളൊക്കെ ഉണ്ടായിരുന്നത് അല്ലേ അബൂക്ക? 15 ആളൊക്കെ ഉണ്ടായിരുന്നത്. കാരണം അതിൻ്റെ ആവശ്യമില്ല നാട്ടുകാർക്ക് അറിയാം. ഇതിൻ്റെ മലയാള ട്രാൻസ്ലേഷൻ പറഞ്ഞു തരാനാണെങ്കിൽ ഇഷ്ടം പോലെ മലയാള പരിഭാഷ കിട്ടും. അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിനൊരു ക്ലാസിൻ്റെ ആവശ്യമില്ല കൂട്ടരെ. എന്താണ് ഈ ഫാത്തിഹ സൂറത്തെന്ന് പറയുന്ന അത്ഭുത ലോകത്തേക്ക് ഒരു എൻട്രി കിട്ടിയിട്ട് ആ അത്ഭുത നഗരത്തിലൂടെ കണ്ണ് തുറന്നുകൊണ്ട് നമ്മളൊന്ന് സഞ്ചരിച്ച് നോക്കുകയാണ്. ഫാത്തിഹ എന്ന് പറയുന്നത് ഒരു അത്ഭുത പട്ടണമാണ്. അള്ളാഹിൻ്റെ റസൂലിന് അള്ളാഹ് കൊടുത്തു എന്നാ പറഞ്ഞത്. ഇവിടെ ബീരാനും പോക്കരുട്ടിക്കും കൊടുത്തു എന്നല്ല പറഞ്ഞത്. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അളീം. എൻ്റെ ഹബീബായ എൻ്റെ റസൂലായ അഷ്റഫുൽ ഖൽഖായ നബി തങ്ങളെ അങ്ങേക്ക് നാം തന്നിരിക്കുകയാണ് ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ. ഖുർആനാ പറഞ്ഞത്. അത് മേടിക്കാൻ യോഗ്യതയുള്ള റസൂൽ അത് മേടിച്ചിട്ട് അത് സപ്ലൈ ചെയ്യാൻ കൈമാറാൻ അർഹരായ ആളുകൾക്ക് അത് കൈമാറി അള്ളാന്റെ റസൂല്. യോഗ്യർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? ഒരു ചെണ്ട ഫോണാണെങ്കിൽ 3 വയസ്സുകാരൻ ചോദിച്ചാൽ കൊടുക്കും. 25,000 രൂപക്ക് ഇന്നലെ മേടിച്ച ആപ്പിളിൻ്റെ ഫോണാണ്, കൊടുക്കുവോ? അവനത് നിലത്തിട്ട് അതിൻ്റെ കഥ കഴിയും. അത് കെയർ ചെയ്യാനും സൂക്ഷിക്കാനും ഉള്ള പക്വമായ അവസ്ഥയിലെത്തിയാലേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് ഫാത്തിഹ സൂറത്ത് നെഞ്ചിലേറ്റാൻ, ഫാത്തിഹ സൂറത്ത് നമുക്ക് കിട്ടാൻ നമ്മെ അർഹരാക്കുന്ന ചില നിബന്ധനകളും ചില അടിസ്ഥാന തത്വങ്ങളുമാണ് ഞാൻ നിങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങുകയാണ് നമ്മള്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് അള്ളാഹു അതിന് ലക്ഷ്യമാക്കിയ അർത്ഥതലങ്ങളൊക്കെയും പറയാൻ ഈ വിനീതനായ ഞാൻ അശക്തനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന മഹിതമായ ആയത്തിൻ്റെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള പ്രവിശാലമായ അർത്ഥങ്ങളൊക്കെയും നിങ്ങളുമായി പങ്കുവെക്കാൻ ഈ വിനീതൻ അശക്തനാണ്. അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന പൊരുളുകളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ തന്നെയും നിങ്ങളെല്ലാവരും അത് ശിരസ വഹിക്കാനും നെഞ്ചകത്ത് ചുമക്കാനും നിങ്ങളും ബലഹീനരാണ്, ദുർബലരാണ്. പക്ഷേ നമ്മുടെ ആവശ്യത്തിൻ്റെ അളവിൽ, നമ്മുടെ ബുദ്ധി വികാസത്തിൻ്റെ അളവിൽ നാം പഠിക്കുക തന്നെ വേണം, നാം അറിയുക തന്നെ വേണം. അങ്ങനെയുള്ള അകം പൊരുളുകളിലേക്കാണ്, സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന പൊരുളുകളിലൂടെയാണ് നമ്മുടെ യാത്ര.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ സന്ദർഭങ്ങളിലും സർവ നിമിഷങ്ങളിലും സർവ സാഹചര്യങ്ങളിലും സർവരാലും സ്തുതിക്ക് അർഹനായവൻ അല്ലാഹുവാകുന്നു. എന്തുകൊണ്ട് സർവരാലും സർവ സന്ദർഭങ്ങളിലും അല്ലാഹു സ്തുതിക്ക് അർഹനായി? അവൻ റബ്ബുൽ ആലമീനാണ്. അതുകൊണ്ട് തന്നെ അവൻ സർവലോകങ്ങളെയും പടച്ചു പോറ്റുന്നവൻ തന്നെ. അതുകൊണ്ടവൻ സ്തുതിക്കർഹനാണ്. ഈ ലോകം തുടിച്ചു നിൽക്കുന്നത്, ഈ പ്രപഞ്ചം വ്യവസ്ഥാപിതമായി ചലിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ലോകം വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹുവിൻ്റെ തർബിയത്ത് കൊണ്ട് മാത്രമാകുന്നു. ഏതൊക്കെ അത്ഭുതങ്ങളാണ് ഈ ദൃശ്യപ്രപഞ്ചത്തിൽ എനിക്കും നിങ്ങൾക്കും കാണാനാകുന്നത്, അല്ലേ? ഈ ദൃശ്യപ്രപഞ്ചത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമുക്ക് കണ്ണു തുറന്നു നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. ഈ അത്ഭുതങ്ങളിലൂടെയൊക്കെ, ഈ ദൃശ്യപ്രപഞ്ചത്തിന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെയൊക്കെ റബ്ബുൽ ആലമീനെ തിരിച്ചറിയുന്നവനാണ് മുഅ്മിൻ. ഇസ്ലാം പറയുന്നുണ്ട്, അൽ കാഫിറു ഹാഇറുൻ ഫീ ഖൽഖില്ലാഹ് വൽ മുഅ്മിനു ഹാഇറുൻ ഫില്ലാഹ്. എന്താണ് പറഞ്ഞത്? നിഷേധികളായ ആളുകൾ, അല്ലാഹുവിനെ കണ്ടെത്താത്ത ആളുകൾ, റബ്ബുൽ ആലമീനെ പരിചയപ്പെടാത്ത അവിശ്വാസികൾ, ഹാഇറുൻ ഫീ ഖൽഖില്ലാഹ്, അല്ലാഹുവിൻ്റെ സൃഷ്ടികളുടെ കാര്യത്തിൽ ആശ്ചര്യഭരിതരാണ്, അത്ഭുതപ്പെടുകയാണ്, അത്ഭുത പരതന്ത്രരാണ്. കാഫിരീങ്ങള് അല്ലാഹുവിൻ്റെ പടപ്പുകളിലേക്ക് നോക്കിക്കൊണ്ട് അത്ഭുതപ്പെടുകയാണ്. എന്തൊരാകാശം, സ്കൈ ബ്ലൂ, എന്താണ് ആ നീലിമ, എന്തൊരു കടലാണ്, എന്തൊരു സമുദ്രമാണ്, എന്തൊരു മനോഹരമായ പർവ്വതമാണ്, എന്തൊരു നല്ല സീനറിയാണ്, എന്തൊരു നല്ല ഇളം കാറ്റാണ്, എന്ത് മനോഹരമായ കൊച്ചരുവിയാണ്, അല്ലേ? ഇതൊക്കെ കണ്ടിട്ട് അവിടെ അങ്ങോട്ട് തങ്ങി നിൽക്കുക ചിന്ത. അൽ കാഫിറു, നിഷേധിക്കൂട്ടം, കാഫിറുകളായ ആളുകൾ, ഹാഇറുൻ, അത്ഭുതം കൂറുന്നു, അത്ഭുതപ്പെടുന്നു, ആശ്ചര്യപ്പെടുന്നു, ഫീ ഖൽഖില്ലാഹ്, അല്ലാഹുവിൻ്റെ സൃഷ്ടിലോകത്തെ നോക്കിയിട്ട് അവർ ആശ്ചര്യപ്പെടുന്നു. പ്രകൃതിയുടെ പ്രതിഭാസം, അങ്ങനെയൊക്കെ ഓമന പേര് പറയും. വൽ മുഅ്മിനു, റബ്ബുൽ ആലമീനെ കണ്ടെത്തിയ സത്യവിശ്വാസിയാണെങ്കിൽ ഹാഇറുൻ ഫില്ലാഹ്, അവൻ ഈ സൃഷ്ടിലോകത്തിന്റെ അത്ഭുതത്തിലൂടെ അല്ലാഹുവിൻ്റെ കാര്യത്തിലായിരിക്കും, റബ്ബുൽ ആലമീൻ്റെ കാര്യത്തിലായിരിക്കും അത്ഭുതപ്പെടുക. അങ്ങനത്തെ ആളെ എങ്ങോട്ട് യാത്ര പോയാലും കൂലിയാ. ടൂറ്, പെരുന്നാൾ വന്നിട്ട് ടൂർ അടിച്ചു, എങ്ങോട്ട് കൊടൈക്കനാലിലേക്കാണ് പോയത്. നല്ല ഹെയർ പിന്ന് അല്ലേ, ഒരുപാട് ഹൈറ്റിലല്ലേ. അവിടെ പോയപ്പോൾ ആ വഴിയിലൊക്കെ ഇതിങ്ങനെ കണ്ട് അള്ളാനെ കണ്ടു, കൽബുകൊണ്ട് അള്ളാനെ കണ്ടു. കാഫിറിന് എവിടെ പോയാലും പോയില്ലെങ്കിൽ എന്ത് കണ്ടാലും ആ സൃഷ്ടി ലോകത്തവൻ പരിമിതപ്പെടും. ഇങ്ങനെ ഉണ്ടാവുക. ഈ പ്രപഞ്ചത്തിലെ വെള്ളവും വായുവും വൈദ്യുതിയും മൂന്ന് മഹാശക്തികളല്ലോ, അല്ലേ? നമ്മുടെ നിലനിൽപ്പിനും ജീവിതത്തിനും അത് അനിവാര്യമായ കാര്യങ്ങളാണ്, വസ്തുക്കൾ തന്നെ. ആദ്യം പറഞ്ഞ രണ്ടെണ്ണം എന്ന് വെച്ചാൽ വെള്ളവും വായുവും ഇല്ലാത്ത ഒരു ലോകം നമുക്ക് സങ്കല്പിക്കാൻ വയ്യ. അതിലൂടെയാണ് ജന്തുക്കളും സസ്യലോകവും ഈ ലോകത്ത് നിലനിൽക്കുന്നത്. പറഞ്ഞിട്ടെന്താ, ഈ പടപ്പുകൾക്കൊന്നും വിവേകവും വിചാരവും ബുദ്ധിയും ഇല്ല. കേവല പടപ്പുകളാണ് കാറ്റ്, വെള്ളമൊക്കെ. ഇതുപോലെ
നമ്മുടെ യന്ത്രങ്ങൾ, കമ്പ്യൂട്ടറുകൾ, സ്മാർട്ട് ഫോണുകൾ, റഡാറുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇതൊക്കെ വലിയ വലിയ ശക്തികളാണ്. ആധുനിക ലോകത്ത് അഭിവാജ്യ ഘടകങ്ങളാണ്. നമ്മുടെ ജീവിതവുമായി ലിങ്ക്ഡാണ് ഇന്നതൊക്കെ. പക്ഷേ പറഞ്ഞിട്ടെന്താ? വിചാരമോ വിവേകമോ ഇവകൾക്കൊന്നും സ്വമേധയാ തനിയേ ഇല്ല. അതൊക്കെയും മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട്, നിയന്ത്രണം കൊണ്ട് മാത്രം പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങളാണ്. അതുകൊണ്ട് അത്തരം അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് അവിടെയല്ല ചിന്ത പരിമിതപ്പെടേണ്ടത്. ആ വസ്തുക്കൾക്ക് പ്ലാനിട്ട മനുഷ്യന്റെ ബ്രെയിന്. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച അമേരിക്കക്കാരൻ, ഓ എന്താ അങ്ങോരൊരു സാധനല്ലേ. നമ്മളിപ്പോ കമ്പോളത്തുനിന്നൊരു കമ്പ്യൂട്ടർ മേടിച്ചാലും അതിൻ്റെ ഒരു വിഹിതം അങ്ങേർക്ക് ചെല്ലുന്നുണ്ട്. ആ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഒന്നോ ഭയങ്കര സംഭവല്ലേ. കാഫിറാണത് പറയാ. മുഅ്മിൻ എന്താ പറയാ? അവന്റെ തലച്ചോറിന് പ്ലാനിട്ട് ആ തലച്ചോറ് പടച്ച അല്ലാഹ്. അതാണ് വൽ മുഅ്മിനു ഹായിറുൻ ഫില്ലാഹ്. എന്ത് കണ്ടാലും ഈ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ എന്ത് കണ്ടാലും റബ്ബുൽ ആലമീനിലേക്ക് മാനസികമായി യാത്ര ചെയ്യുന്നവരായിരിക്കും മുഅ്മിനീങ്ങൾ. ഇങ്ങനെയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതേണ്ടത്. റബ്ബിന്റെ തർബിയത്ത് വലിയ അത്ഭുതമാണ് സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, വലിയ അത്ഭുതം. നമ്മളിപ്പോ പ്രപഞ്ചത്തിലേക്കും ആകാശത്തേക്കും കടലിലേക്കൊന്നും പോണ്ട. നമ്മിലേക്കൊന്ന് തിരിഞ്ഞാല്, നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്കൊന്ന് ശരിക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അള്ളാന്റെ തർബിയത്ത് അല്ലേ. നമ്മുടെ നാട്ടിലുള്ള ആളുകളിൽ പലരും ബുദ്ധിമാന്മാരാണ്, അധ്വാനശീലരാണ്. അതുകൊണ്ട് അവർക്ക് ഭൗതിക വിഭവവും അനുഗ്രഹവും കിട്ടിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ മന്ദബുദ്ധികളാണ്, കുഴിമടിയന്മാരാണ്. അതുകൊണ്ട് അവരുടെ ജീവിതം വഴിമുട്ടി എന്തായിട്ടും ഇല്ല അല്ലേ. നമ്മുടെ അറിവും അധ്വാനവും നമ്മെ സ്വയം പര്യാപ്തരാക്കില്ല. നമുക്കെല്ലാം വേണ്ടതെല്ലാം നേടിത്തരില്ല. നമ്മുടെ നിഷ്ക്രിയത്വം നമ്മെ തകർക്കുകയുമില്ല. ഉണ്ടോ? വന്നാര ചങ്ങാതിമാരെ, അള്ള ഒരു ചങ്ങാതിനെ മന്ദബുദ്ധിയായിട്ടാ പഠിച്ചത്. നാളെ ഇങ്ങനെ തുറന്നിട്ടിട്ട് അന്തം വിട്ട് ഇങ്ങനെ നോക്കിക്കും, അത്രേ ഉള്ളൂ. ഒരാളെ അള്ള മന്ദബുദ്ധിയായിട്ടാ പഠിച്ചത്. അവന് ഉടുക്കാൻ വല്ല കുറവുണ്ടാവോ? അവന് കഴിക്കാൻ വല്ല കുറവുണ്ടാവോ? അതൊക്കെ കിട്ടും, ഒന്നും കുറവുണ്ടാവില്ല. എന്നാൽ ബുദ്ധിയും തൻ്റെ ഇടവുമുള്ള മനുഷ്യന് പലപ്പോഴും ആശിച്ചത് തിന്നാനും ഉദ്ദേശിച്ചത് ഉടുക്കാനും കിട്ടാതെ വരും. അള്ളാന്റെ തെർബിയത്ത് എല്ലാ രംഗത്തും അള്ളാന്റെ ഇടപെടലാണ്. നമ്മളെ ഈ നമ്മുടെ തുള്ളലല്ല, തുള്ളലുകൊണ്ട് നടക്കൂല. ഞാനൊരു ഉദാഹരണം പറഞ്ഞോട്ടെ നിങ്ങളോട്. അനാഥ കുട്ടി യത്തീമേ. ഇപ്പൊ നമ്മളിവിടെ യത്തീംഖാന നടത്തുന്നുണ്ട്. 2 or 3 അനാഥ മക്കളെയാണ് നമുക്ക് പരിപാലിക്കാൻ കിട്ടിയത്. നമ്മൾ പല നിലക്കും പരസ്യം ചെയ്തു, അനൗൺസ് ചെയ്തു, കിട്ടാനില്ല. ഉണ്ടാവും വേണ്ട. യത്തീം കുട്ടികൾ പെരുകിയിട്ട് യത്തീംഖാനകളൊക്കെ വിജയിക്കട്ടെ എന്ന് തുറക്കാൻ പറ്റൂലല്ലോ. ഇപ്പൊ 3 കുട്ടികളെ മാത്രം കിട്ടിയത്. പക്ഷെ ആവശ്യത്തിലധികം ഫണ്ട് അൽഹംദുലില്ലാഹ് യത്തീംഖാനക്ക് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാപ്പയുള്ള സമയത്ത്, പരിപാലിക്കാൻ ഗാർഡിയനുള്ള സമയത്ത്, പേരന്റുള്ള സമയത്ത് ഈ കുട്ടിക്കൊരു പക്ഷേ പുതുപെരുന്നാൾ വന്നപ്പോൾ പുത്തൻ പുടവ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ഈ കുട്ടി പൊറോട്ട വേണമെന്ന് പറയുമ്പോൾ പലപ്പോഴും പൊന്നു പിതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവൻ ഇഷ്ടപ്പെടുന്ന പൊറോട്ടയോ ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളോ പലഹാരങ്ങളോ മിഠായിയോ ഈ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാകൂല. ബാപ്പാണ് മരിച്ചുപോയ പിറ്റേ ദിവസം ഒരു സഹതാപ തരംഗം കൊണ്ട് കിട്ടും. അതല്ല, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കിട്ടുക. കാരണം എന്താ? റബ്ബുൽ ആലമീന്റെ തെർബിയത്ത് ഈ കുഞ്ഞുമോനെ അള്ള സപ്ലൈ ചെയ്തിരുന്നത് വീരാൻകുട്ടി എന്ന് പറഞ്ഞ ബാപ്പയിലൂടെ മാത്രമായിരുന്നു.
ബീരാൻകുട്ടിനെ അന്നനെ വിളിച്ചുകൊണ്ടുപോയപ്പോൾ ഒരു 10,000 ബീരാൻകുട്ടിമാരിലൂടെ അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ തെർബിയത്ത് കാരുണ്യം അങ്ങനെ ഉണ്ട്. ഈ കുടുംബത്തിലേക്ക്, ഈ വിധവയിലേക്ക്, അനാഥ മക്കളിലേക്ക് അള്ളാഹ് അങ്ങനെ സപ്ലൈ ചെയ്യുക. അള്ളാഹിൻ്റെ തെർബിയത്ത് ഞാൻ എൻ്റെ ഒരു അനുഭവം, എൻ്റെ ഒരു സ്നേഹിതനായ അബ്ദു, 5 പെൺമക്കളും 1 ആൺമക്കളുമാണ് അബ്ദുവിനുണ്ടായിരുന്നത്. അബ്ദു ചെയ്യുന്ന കച്ചവടങ്ങളൊക്കെയും ഒന്നിന്റെ പിറകെ മറ്റൊന്നായി പൊട്ടിപ്പൊളിഞ്ഞുപോയി. കടക്കെണിയിൽ അബ്ദു അകപ്പെട്ടു. അത്താഴപ്പട്ടിണിക്കാരനായി അബ്ദു പ്രയാസപ്പെട്ടു. കടം പോലും കിട്ടാതെ അബ്ദു ക്ലേശിച്ചു. 5 മക്കളാണ്, പെൺമക്കളാണ് പുര നിറഞ്ഞു നിൽക്കുന്നത്. വിവാഹപ്രായമെത്തി മൂത്ത് മുരടിച്ച് 5 പെൺമക്കളാണ് വീട്ടിൽ കഴിയുന്നത്. ഒരു കുഞ്ഞുമോളെ കല്യാണം പോലും കഴിക്കാൻ അബ്ദുവിന് പറ്റണില്ല. എന്താ കാരണം? നല്ല സൗന്ദര്യമുള്ള കുട്ടികളാണെങ്കിൽ പൊന്നും മിന്നൊന്നും വേണ്ടാന്നും പറഞ്ഞ് കെട്ടി വലിച്ചോണ്ടു. ഈ കുട്ടികൾ അത്ര വലിയ ഗ്ലാമറുള്ള കുട്ടികളും അല്ല. പിന്നെ പറയണ്ടല്ലോ കഥ. അങ്ങനെ ഇരിക്കെ കടത്തിനു മീതെ കടം വന്നുകൂടി. വീട്ടിൽ 5 പെൺമക്കൾ, 1 ആൺമകൻ മാത്രം. അവനാണെങ്കിൽ ഒരു മാന്യമായ തൊഴിൽ അവനുമില്ല. അതിനിടയിലാണ് അബ്ദുവിന് ക്യാൻസർ ഉണ്ടാകുന്നത്. സത്യ, ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം, സത്യ. പക്ഷേ ഈ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ കിടന്നു വെന്ത അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതേണ്ട വിധം ഓതാൻ പഠിച്ച സത്യവിശ്വാസിയായിരുന്നു. എന്താ തെളിവ്? ഞാൻ പറഞ്ഞുതരാം. ഈ മക്കളെ കല്യാണമൊന്നും നടക്കാതെന്നപ്പോ എനിക്ക് മക്കളെ തന്നവനല്ല, അവരുടെ സ്കിന്നിനാ കളർ കൊടുത്തതല്ല, അവരുടെ ഫേസിനാ കട്ട് കൊടുത്തതല്ല, എന്നെ ഈ പരുവത്തിലാക്കിയവനല്ല. എനിക്ക് ആ മക്കളെ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹമുണ്ട്. അതിനു വേണ്ട പരിശ്രമവും എന്നിലുണ്ട്. അള്ളാഹു അതിന് വിധി വെക്കാതെ ഞാൻ തുള്ളിയിട്ടെന്താണ് കാര്യം? അൽഹംദുലില്ലാ, എൻ്റെ 5 മക്കൾക്കും മാരകമായ രോഗങ്ങളൊന്നുമില്ലല്ലോ അല്ലാ. ഉള്ളത് കഴിച്ചുകൊണ്ട്, ഉടുത്തത് പുതച്ചുകൊണ്ടുറങ്ങാൻ, മഴ കൊള്ളാതെ വെയിലേൽക്കാതെ കിടന്നുറങ്ങാൻ ഒരു കൊച്ചുകൂര ഞങ്ങൾക്കുണ്ടല്ലോ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു പുഞ്ചിരി തൂകി നടന്നിരുന്ന അബ്ദുവിന് പെട്ടെന്ന് ക്യാൻസർ ബാധിക്കുകയാണ്. ലെൻസിൽ ക്യാൻസർ വന്നു. രക്ഷ ഉണ്ടായില്ല. ഘട്ടം ഘട്ടമായി അബ്ദു ക്ഷീണിച്ചു. മരിക്കുന്നതിന്റെ ഏതാനും ദിവസം മുമ്പ് ഞാൻ ഒന്ന് കാണാൻ ചെന്നു. സുബ്ഹാനല്ലാഹ്, അബ്ദുവിന്റെ ശരീരമേ ക്ഷീണിച്ചിട്ടുള്ളൂ. ആ വദനം നിറയെ സന്തോഷം തളം കെട്ടി നിൽക്കുന്ന പൂമുഖമാണ് അബ്ദുവിന്റെ മുഖം. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു കുട്ടിനെ കെട്ടിച്ചു വിടുന്നത് കാണാൻ പറ്റാതെ മരിച്ചു പോകാനാണ്. അത് ബാക്കിയില്ല എന്ന് ഉറപ്പാ. എന്നിട്ട് ആ മുഖത്തൊരു പ്രയാസവുമില്ല. കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, ഒരാഴ്ച കഴിഞ്ഞ് അബ്ദു മരിച്ചു എന്ന വാർത്ത കേൾക്കുന്നു. കലിമ ഉരുവിട്ടുകൊണ്ട്, പുഞ്ചിരി തൂകിക്കൊണ്ട് അബ്ദു മരിച്ചു. നമ്മളെ പോയിന്റ് അവിടെ ഒന്നുമല്ല. അബ്ദു മരിച്ച് ഏതാനും മാസങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോഴേക്ക് മൂത്ത 3 കൊച്ചുങ്ങളെ കല്യാണം ഒന്നിച്ച്. ആങ്ങളെ പയ്യന് വല്ല ജോലിയുണ്ടോ? ഒരു പണിയില്ല. 3 മക്കളെ കല്യാണം. ചുരുങ്ങിയ കാലം കൊണ്ട് 5 മക്കളെയും നല്ല യുവകോമളന്മാരായ, സുന്ദരന്മാരായ, സൽസ്വഭാവികളായ മണവാളന്മാർ. 1ാമത്തെ കല്യാണം തന്നെ 2ാം കെട്ടിന് വന്നതല്ല. ഈ 5 പെൺകുട്ടികളും ഇന്ന് സുന്ദരമായി ജീവിക്കുന്നുണ്ട്. അതിലൊരു കുട്ടി കുറച്ച് മുടക്കാച്ചരക്കുന്നു, ഡാമേജ് ചെയ്തു. ജന്മനാൽ ശ്വാസത്തിന് തടസ്സവും എപ്പോഴും ശ്വാസം മുട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു ഡാമേജ് ഉള്ള ഒരു രോഗിയായ പെൺകുട്ടിയായിരുന്നു. അവളെയും കല്യാണം കഴിച്ചു. അവൾക്കും ഉണ്ടൊരു പെൺകുട്ടി. ഇപ്പോൾ എനിക്കറിയാത്, കൃത്യമായിട്ടറിയാം. അബ്ദുവിനെ അള്ളാഹ് വിളിച്ചോണ്ടാവാൻ കാത്തുക്കേത് ഈ കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ. ആലോചിച്ച് നോക്ക്. റബ്ബുൽ ആലമീന്റെ തെർബിയത്ത്. നമ്മൾ ഈ നാടൻ ബുദ്ധി വെച്ച് ആലോചിച്ചാല് പടച്ചമ്പരാനെ ഇടിയട്ടിയോനെ പാമ്പിടിച്ചു എന്ന് പറഞ്ഞ മതിരിയാണല്ലോ ഇപ്പൊ ഈ അബ്ദുവിന് ക്യാൻസർ കൊടുത്ത് അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ വിലയിരുത്തുക?
അങ്ങനെയല്ലേ കൂട്ടരെ നമ്മൾ വിലയിരുത്തുക? ആകെയുള്ളൊരു അത്താണിയാണ് സംഗതി. തൊഴിലും ഇടപാടും 10 ചില്ലി കാശും കയ്യിലില്ലാത്ത അധ്വാണ്. പക്ഷെ ഇച്ചങ്ങാതിനും കൂടി അള്ളാണ് വലിച്ചോണ്ടായാല് എന്താകും ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്നല്ലേ നാടൻ ബുദ്ധി വെച്ച് നമ്മൾ വിലയിരുത്തുക. ഇത് മദീനത്ത് അള്ളാന്റെ റസൂലിന്റെ കാലത്തുണ്ടായ കഥയല്ല ഇപ്പൊ ഈ പറഞ്ഞത്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നടന്ന കഥയാണ്. ഈ അടുത്തുണ്ടായ കഥ ഞാൻ ഈ പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവന്റെ തർബിയത്ത് അതിവിശാലമാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. പലപ്പോഴും അത് നിഗൂഢമാണ്. ബാപ്പാനെ അള്ളങ്ങട്ട് മരിപ്പിച്ചാല് പിന്നെ എട്ടും പൊട്ടും തിരിയാത്ത ഈ അനാഥ മക്കൾക്ക് ബാപ്പുള്ള അന്നത്തതിലേറെ ഹാപ്പി ആയ ലൈഫ്, സമാധാനം, സുഖം. അള്ളാഹു അത്ര കാലം ഈ ബാപ്പാന്റെ മനസ്സിലാണ് കാരുണ്യം ഇട്ടെടുത്തത് മക്കളോട്. ബാപ്പാനെ കൊണ്ടുപോയപ്പോൾ അയൽവാസികളിലും നാട്ടുകാർക്കും എല്ലാവർക്കും ഇട്ടുകൊടുത്ത് അതിലൂടെ ഒക്കെ അള്ളാഹ് സപ്ലൈ ചെയ്തു. ഇത് അള്ളാഹിന്റെ തർബിയത്താണ്. നമ്മളെ നാടൻ ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിച്ചാൽ കിട്ടും, പക്ഷെ ബുദ്ധി വേറൊരു വഴിക്കേ സഞ്ചരിക്കുള്ളൂ. ഇങ്ങനെ അള്ളാഹിന്റെ പോറ്റൽ മാത്രമല്ല, അധികാരം നോക്കൂ. അധികാരം അള്ളാഹ് ആർക്കാ അധികാരം കൊടുക്കുക? നമ്മുടെ നാട്ടിലില്ലേ കൂട്ടരെ അധികാരി വർഗം, പഞ്ചായത്ത് മെമ്പർമാര് തൊട്ട് MP-മാര്, MLA-മാര്, മന്ത്രിമാര്. ഇതാ ഈ അള്ളാഹ് കൊടുക്കുമ്പോൾ കിട്ടുകയാണത്. ഈ അധികാരം എങ്ങനെയാ കിട്ടുന്നത്? അള്ളാഹ് കൊടുക്കുമ്പോ കിട്ടുകയാണ്. വിദ്യാഭ്യാസം കൊണ്ട് കിട്ടുന്നതാണോ? അധികാരികളാകാൻ ഇപ്പോൾ ഒരാൾ മന്ത്രിയാകണമെങ്കിൽ എന്താണ് അടിസ്ഥാന യോഗ്യത? മിനിമം വിദ്യാഭ്യാസമായിട്ട് വല്ല മാനദണ്ഡം ഉണ്ടോ? ഒരു മാനദണ്ഡവും ഇല്ല. ഒരാൾക്ക് മന്ത്രി ആകണമെങ്കിൽ എന്താ യോഗ്യത? 10ാം ക്ലാസ് പാസ്സാകണോ? അത് നിബന്ധനയൊന്നും അല്ല. പിന്നെ എന്താ ഉള്ളത്? കുറച്ച് പോസ്റ്റർ ഒട്ടിക്കാനും ഫ്ലെക്സ് വെക്കാനും പോലീസിന്റെ തല്ലുള്ളാനും അത്യാവശ്യം കുത്തിത്തിരിപ്പും ഗ്രൂപ്പീസൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാം. ഇതാണ് ഒരു മന്ത്രിയാകാനുള്ള യോഗ്യത. ഇപ്പൊ കേരളം ഭരിക്കുന്ന മന്ത്രിമാരൊക്കെ അങ്ങനെയെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥം കേട്ടോ. നല്ല വിദ്യാസമ്പന്നരായ സൽസ്വഭാവികളായ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന മന്ത്രിമാരൊക്കെ ഉണ്ടാവും. പക്ഷെ യോഗ്യത വേണ്ടല്ലോ. യോഗ്യത വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രത്യേക നിബന്ധനയൊന്നും ഇല്ലല്ലോ. ഇല്ല, ഞാൻ ഈ പറഞ്ഞ യോഗ്യത മതി. ഭൂരിപക്ഷം ആവശ്യമില്ല. മന്ത്രിയാകാൻ ഭൂരിപക്ഷം വേണോ? നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇവിടെ കൂട്ടരെ ഭൂരിപക്ഷം. ഒരു വാർഡിൽ 300 വോട്ടുണ്ട്. എത്ര വോട്ട്? 300 വോട്ട്. 3 സ്ഥാനാർത്ഥികൾ കാൻഡിഡേറ്റ് ആയിട്ട് വന്നു. ഒരാൾക്ക് 102 വോട്ട് കിട്ടി, മറ്റേ ആൾക്ക് 99 വോട്ട് കിട്ടി, മൂന്നാമത്തെ ആൾക്കും 99 വോട്ട് കിട്ടി. 300 വോട്ടാണുള്ളത്. 3 സ്ഥാനാർത്ഥികൾ നിന്നു. ഒരാൾക്ക് 102 വോട്ട് കിട്ടി, രണ്ടാമത്തെ ആൾക്ക് 99 വോട്ട് കിട്ടി, മറ്റേ ആൾക്കും 99 വോട്ട് കിട്ടി. ഇവിടെ ആരാ ജയിക്കുക? 102 വോട്ട് കിട്ടിയ ആൾ ജയിക്കും. അത് ഭൂരിപക്ഷമാണോ? 198 ആള് പറയുന്നു 102 വോട്ട് മേടിച്ച ആള് തെരഞ്ഞെടുക്കാൻ പെടാൻ പാടില്ല. എത്ര ആൾക്കാര്? 198 ആളുകൾ പറയുന്നു 102കാരനെ തെരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് വെച്ചാൽ 35% വോട്ട് ചെയ്താല് അതാണ് ഭൂരിപക്ഷം. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി അതാണ്. അപ്പൊ ഭൂരിപക്ഷവും വേണ്ട, വിവരവും വേണ്ട. നേരെ മറിച്ചൊരു IAS IPS ഒക്കെ ആണെങ്കിൽ എന്താ അവസ്ഥ? എത്ര ഭാഷ അറിയണം? IPS ഒക്കെ ആകണമെങ്കിൽ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലെ മാതൃഭാഷകൾ, വിവിധ ഭാഷകളൊക്കെ അറിയണം. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ അല്ലേ, ലോകനാഥ് ബെഹ്റ എന്നും ഇവിടുത്തുകാരനൊന്നും അല്ല, പക്ഷെ മലയാളം പറഞ്ഞു കേട്ടില്ലേ, കുറച്ചൊരു കൊഞ്ഞുള്ള മാതിരിയാണ് പറയണെങ്കിലും. അപ്പൊ IPS ഒക്കെ ആകണമെങ്കിൽ എല്ലാ ഭാഷകൾ അറിയണം, ഹിസ്റ്ററി അറിയണം, ഫിലോസഫി എത്ര പഠിക്കണം. ഇത്രയൊക്കെ പഠിച്ചിട്ട് ഈ ഒരു IPSഉം IASഉം ആയ ആള് മന്ത്രിയും തമ്മിൽ കണ്ടുമുട്ടിയാല് IASകാരനും IPSകാരനും മന്ത്രിക്ക് സല്യൂട്ട് അടിക്കണം. തിരിച്ചും കിട്ട് അടിക്കുവോ? അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. അപ്പൊ അധികാരം അള്ളാഹ് ആർക്കാ കൊടുക്കണേ? എന്നാ ഈ IASകാരനും IPSകാരനും ഒന്ന് മുഖ്യമന്ത്രി ആകാൻ നോക്കിയാലോ? അങ്ങനെ ഒരു സംഗതി ലോകത്ത് ഉണ്ടാവില്ല. റബ്ബുൽ ആലമീന്റെ ക്രമപ്പെടുത്തലാ കൂട്ടരെ ഇതൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ചായക്കടക്കാരനല്ലേ ഇപ്പൊ നമ്മളെ ഇന്ത്യന്റെ ഏറ്റവും വലിയ ഭരണാധികാരിയായിട്ട് വന്നത്. അതിന്റെ കുഴപ്പമൊക്കെ ഉണ്ട്, നോട്ട് നിരോധിച്ചതടക്കമുള്ള ഹലാക്കൊക്കെ ഉണ്ട്. പക്ഷെ അള്ളാഹ് അവിടെ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുകയാണ്. എന്തിനാ ഇരുത്തിയിരിക്കുന്നത്? പല കാര്യവും അള്ളാഹ് ആ തെർബിയത്ത്, അതും തെർബിയത്ത് തന്നെയാണ്, അള്ളാഹുവിന്റെ പരിപാലനത്തിന്റെ ഭാഗം തന്നെ. എല്ലാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അടുക്കള തൊട്ട് അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ റബ്ബിന്റെ തർബിയത്തിന്റെ പരിധിയിൽ വരും എന്ന് നാം തിരിച്ചറിയണം. എല്ലാം രാത്രിയെ നമുക്ക് വിശ്രമിക്കാൻ പരുവത്തിൽ അള്ളാഹു സംവിധാനിച്ചു. പകലിനെ നമുക്ക് അധ്വാനിക്കാൻ പരുവത്തിൽ അള്ളാഹു സംവിധാനിച്ചു. ഇതൊക്കെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ വജഅൽനൽ ലൈല ലിബാസാ വജഅൽനൻ നഹാറ മആശാ. അലം നജ്അലിൽ അർള മിഹാദാ, ഭൂമിയെ നിങ്ങൾക്ക് ഞാനൊരു തൊട്ടിലാക്കി തന്നില്ലയോ? യുക്തിവാദികളൊക്കെ ചോദ്യം ചെയ്യുന്ന ആയത്താണ് കേട്ടോ ഇത്. ഒരു ഭാഗത്ത് അള്ളാഹ് പറഞ്ഞു ഭൂമിയെ നാം പരത്തി വിരിപ്പാക്കി, വേറെ സ്ഥലത്ത് പറഞ്ഞു തൊട്ടിലാക്കി. 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറഞ്ഞത് ഇതിനെ പരത്തിന്നാ, ഉരുട്ടിന്ന് അവർക്ക് തിരിഞ്ഞില്ല. ഗ്ലോബൽ ടൈപ്പാണ് ഭൂമി, ഉരുണ്ടതാണ് ഭൂമി, പന്ത് മോഡലാണ്. ഖുർആൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ശാസ്ത്രവുമായി പൊരുത്തപ്പെടൂല. ഇതൊരു കാട്ടറബിയുടെ ചില വാദഗതികൾ മാത്രമാണ്. എന്താ കാരണം? ഭൂമിയെ പരത്തി, ഭൂമിയെ പ്രവിശാലമാക്കി പരത്തി വെച്ചു, തൊട്ടിലാക്കി വെച്ചു എന്നൊക്കെയാണ് ഖുർആൻ പറഞ്ഞത്. ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാവും. എവിടെ ചെന്നിട്ടും പരന്നിട്ടേ ഉണ്ടാവുള്ളൂ. ഭൂമി ഏത് നാട്ടിൽ ചെന്ന് നോക്കിയാലും അവിടെയൊക്കെ പരന്നിട്ടേ കാണുള്ളൂ. അതെപ്പോഴാവുമ്പോഴാ, ഏത് അവസ്ഥയിലാവുമ്പോഴേ എല്ലാ സ്ഥലത്ത് പോലും പരന്ന് അതാ. നേരെ മറിച്ച് ടാബിൾ, ഈ പ്രസംഗപീഠത്തിന്റെ ടൈപ്പാണെങ്കിൽ നേരെ എങ്ങനെ ഇവിടെ ചെന്ന എന്റെ പിന്നെ കുഴി. ഖുർആൻ പറഞ്ഞില്ലേ ഭൂമി എല്ലായിടത്തും വിരിപ്പ് പോലെയാണ്, ഇതല്ലല്ലോ എന്നവർ പറയില്ലേ. അപ്പൊ ഗ്ലോബൽ രൂപത്തിലെ ഒരു പന്ത് രൂപത്തിൽ ഉരുണ്ടതാകുമ്പോഴാണ് ഇവിടെ പരന്നിട്ട് ഇവിടെ പരന്നിട്ട് ഇവിടെ പരന്നിട്ട് ഏത് ദിശയിലും പരന്നിട്ട്. അതാണ് വിരിപ്പാക്കി എന്ന് പറഞ്ഞത്. കൃത്യമാണത്. അള്ളാന്റെ മുഫസ്സിറുകളൊക്കെ ഇത് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളപ്പോൾ ഒരു ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയെന്നല്ലല്ലോ ഖുർആന്. എന്നാൽ ശാസ്ത്രീയ സത്യങ്ങൾക്കത് യോജിക്കുന്നതാണ്. ഒരു സ്ഥലത്തും അതിന് വിയോജിപ്പുണ്ടാവില്ല. ഇവിടെ പറയണൊക്കെ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് അന്തി ഉറങ്ങാൻ ഞാനാണടാ ഈ ഭൂമി ഉണ്ടാക്കി തന്നതെന്നാ പറയണത്. അല്ല അതിന്റെ രൂപം വേറുള്ളത് പഠിപ്പിക്കല്ല. തൊട്ടിലാക്കിയെന്ന്. ഒരു കുഞ്ഞിന്റെ തൊട്ടിൽ പറഞ്ഞാൽ എത്ര കൊച്ചുകുട്ടികളെ നമ്മൾ ബെഡിലൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടത്തി പെട്ടെന്ന് ഞെട്ടും അവര്. തൊട്ടിലൊരു പിടുത്തുണ്ട്, അതിൻ്റെതായൊരു പിടുത്തം. ഇതുപോലെ ഭൂമിയെ നിങ്ങൾക്ക് തൊട്ടിലാക്കി വാസയോഗ്യമാക്കി തന്നു. അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ. അത്യുഗ്ര പർവ്വതങ്ങളെ ഭൂമിക്ക് ആണികളായി ഞാൻ സ്ഥാപിച്ചു തന്നില്ലയോ? കോറി ഖനനം നടത്തി പിന്നെ വെള്ളം കയറാൻ തുടങ്ങി, ചുഴലിക്കാറ്റ് വരാൻ തുടങ്ങി, ഇടക്ക് ഭൂമി ഇങ്ങനെ ജർക്ക് ചെയ്യാൻ തുടങ്ങി. ഉണ്ടാവും. വൽജിബാല ഔതാദാ. പരിസ്ഥിതി ഇസ്ലാമിക വീക്ഷണത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച പറയേണ്ട ഒരു വിഷയം. പെരുമ്പാവൂർ ഒരു 4 മാസം പറഞ്ഞ വിഷയമാണ്. കുറച്ച് മാറ്റമൊക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നു. കാരണം ഈ കച്ചറകൾ അവിടെയും ഇവിടെയും തോട്ടിലും പുഴയിലും കൊണ്ടുപോയി തള്ളലും കമ്പനികളുടെ വിഷപ്പുക അയൽക്കാരൻ്റെ കുടിയിലേക്ക് കയറ്റിവിടലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നൊക്കെ കുറേ ആശ്വാസം ഉണ്ടാവും. പരിസ്ഥിതി ഇസ്ലാമിക വീക്ഷണത്തിൽ അത് പഠിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാകും. ഖുർആന്റെ ഒരു പ്രധാന പ്രമേയമാണ് പരിസ്ഥിതി സംരക്ഷണം, അല്ലേ? ഖുർആന്റെ റസൂല് പറഞ്ഞെന്താ? അകാരണമായി ഒരുത്തനൊരു മരം വെട്ടിയാൽ അവൻ അള്ളാഹു കാല് പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയും. വീട് വെക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു മരം അനാവശ്യമായി അകാരണമായി മരത്തെ കണ്ടിച്ചാൽ, വെട്ടിക്കളഞ്ഞാൽ, അങ്ങനെ ഒരുപാട് വിഷയമുണ്ട് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. പർവ്വതങ്ങളെ നിങ്ങൾക്ക് ആണിയാക്കി തന്നില്ലേ? വഖലഖനാകും അസ്വാജാ. നിങ്ങളെയൊക്കെ ഇണതുണകളായി ഞാൻ പടച്ചില്ലേ? വിശദീകരിക്കുന്നില്ല. വജഅൽനാ നൗമകും സുബാതാ. നിങ്ങളുടെ ഉറക്കിനെ ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു വിശ്രമമാക്കി തന്നില്ലേ? ഒരു റീഫ്രഷ്, ഒരു ക്ഷീണം വന്നു, ചുമ്മാ ഒന്ന് കിടന്നിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് കണ്ണടച്ചുറങ്ങി എണീറ്റപ്പോൾ ഒരു റീഫ്രഷ്. വജഅൽനാ. നാം ഉറക്കം അല്ലാഹ് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും കൂട്ടരെ?
എന്താൻ പറ്റും? എൻ്റെ ഒരു കൂട്ടുകാരന് ഉറക്കം കുറഞ്ഞിട്ട് അവൻ പറയാണ്, പടച്ചോനെ ഒന്ന് നേരം വെളുത്ത് കിട്ടിയെങ്കിൽ എന്ന് കരുതി ഞാൻ നേർന്ന് കിടന്നു. ഒരു മണിക്കൂറിനൊരു 10 മണിക്കൂറിൻ്റെ ദൈർഘ്യം ഇങ്ങനെ സംഭവിക്കുമല്ലോ. ഉറക്കം അല്ലാഹ് തരണം. വജഅൽനാ നൗമക്കും, നിങ്ങളുടെ ഉറക്കത്തെ ഞാൻ നിങ്ങൾക്കാക്കി തന്നു. സുബാതാ, നല്ല ഒരു വിശ്രമമാക്കി തന്നു. വജഅൽനൽ ലൈല ലിബാസാ, രാത്രിയെ നിങ്ങൾക്ക് ഞാനൊരു മൂടുപടമാക്കി തന്നു, കരിമ്പടമാക്കി തന്നു. അള്ളാന്റെ പ്രയോഗം നോക്ക്. രാത്രിയെ ഒരു പടമാക്കി തന്നു, ഒരു വിരിപ്പാക്കി തന്നു നിങ്ങൾക്ക് രാത്രിയെ. പകലിനെ നിങ്ങൾക്ക് അധ്വാനിക്കാൻ പാകത്തിൽ ഒരുക്കി വെച്ചു. പകലിനെ, രാത്രി വിശ്രമത്തിന് പര്യാപ്തമായ നിലക്കും പകലിനെ അധ്വാനിക്കാൻ സൗകര്യമുള്ള നിലക്കും ഞാൻ സംവിധാനിച്ചു തന്നു. ഒരു ദിവസത്തിൻ്റെ വ്യത്യസ്ത സമയങ്ങൾ തന്നെ അള്ളാഹ് സംവിധാനിച്ച് നോക്കൂ നിങ്ങൾ. പകലെല്ലാം ഒരേ മാതിരിയാ, രാത്രി സമയങ്ങളും ഒരേ മാതിരിയാ. ഇതൊക്കെ ചിന്തിക്കാണ്ട് നമുക്കത്. അള്ളാഹ് ഖുർആനിൽ ഇതൊക്കെ പഠിപ്പിക്കുന്നത്. ഏതൊക്കെ? നിങ്ങൾ രാത്രിയെക്കുറിച്ച്, രാത്രിയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച്, പകലിനെക്കുറിച്ച്, പകലിൻ്റെ വ്യത്യസ്ത അവസ്ഥകളെക്കുറിച്ച് നിങ്ങൾ പഠിക്കണില്ലേ അള്ളാഹ് ഖുർആനിൽ? സൂറത്തു നൂറിൻ്റെ 44-ാമത്തെ ആയത്തിൽ ഇത് അള്ളാഹ് അടിവരട്ട് പറയുന്നുണ്ട്. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ, അല്ലാഹു രാവിനെയും പകലിനെയും വ്യത്യസ്ത ഘടനയിൽ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു. രാവും പകലും വ്യത്യസ്തമായ ഘടനയിൽ മാറ്റിമറിക്കുന്നു എന്ന് മാത്രമല്ല, രാവിൻ്റെ വിവിധ യാമങ്ങൾ, പകലിൻ്റെ വിവിധ സമയങ്ങൾ, ഇതിനൊക്കെ അള്ളാഹു മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഉദയ സമയത്തുള്ള ആ പ്രഭാതത്തിൻ്റെ പുലരി പോലെയാണോ 8 മണി? 8 മണി ലോകം മാറിയില്ലേ? പ്രകൃതി മാറിയില്ലേ? അല്ലേ? ആകാശം മാറിയില്ലേ? ഭൂമിയുടെ ഘടന മാറിയില്ലേ? 8 മണി പോലെയാണോ 10 മണി? 10 മണി പോലെയാണോ 12 മണി? 12 മണി പോലെയാണോ 2 മണി? 2 മണി പോലെയാണോ 5 മണി? 5 മണി പോലെയാണോ 7 മണി വൈകുന്നേരം? നോക്കൂ നിങ്ങൾ. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ, രാവിനെയും പകലിനെയും വിവിധ സമയങ്ങളെയും അല്ലാഹു മാറ്റിമറിക്കുന്നു. ഇന്ന ഫീ ദാലിക, തീർച്ചയായിട്ടും അല്ലാഹുവിൻ്റെ ഈ ഇടപെടലിലുണ്ട്. രാവിലും പകലിലുമുള്ള അല്ലാഹുവിൻ്റെ ഇടപെടലിലുണ്ട്. ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, കണ്ണുള്ളവർക്ക് കാണാനുണ്ട്, പഠിക്കേണ്ടവർക്ക് പഠിക്കാനുണ്ട്, ഉൾക്കൊള്ളാനുള്ളവർക്ക് ഉൾക്കൊള്ളാൻ എമ്പാടുമുണ്ട്. ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, കണ്ണുള്ളവർക്ക് പഠിക്കാണ്ട്. അല്ലാഹു വാങ്ക് വിളിച്ചത് മുതൽ, ഇവിടെ ശ്രദ്ധിക്കട്ടോ, സുബഹി വാങ്ക് വിളിച്ചത് മുതൽ സൂര്യോദയം വരെയുള്ള സമയം. അങ്ങനൊരു സമയമുണ്ട് ഉസ്താദേ? അത് കുറേ കാലം മുമ്പ് അറിഞ്ഞതാണ്. അതെന്താ 8 മണിക്ക് എണീക്കണേ? സുബഹി വാങ്ക് വിളിച്ചത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം സ്വർഗത്തിൽ നിന്നുള്ള മന്നമാരുതനടിച്ച് വീശുന്ന സമയമാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? സുബഹി വാങ്ക് വിളിച്ചത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം സ്വർഗത്തിൽ നിന്നുള്ള മന്ദമാരുതൻ, തെന്നിളം കാറ്റ്, സ്വർഗീയ കാറ്റടിക്കുന്ന നേരാണ്. ആ കാറ്റ് കിട്ടണമെങ്കിൽ ആ നേരം ഉണർന്നിരിക്കണം. ആ കാറ്റ് കിട്ടിയിട്ട് അന്ന് കച്ചവടത്തിന് ഇറങ്ങിയാലും കുറച്ചൊരു ഉഷാറുണ്ടാവും. ഏത് കാര്യത്തിനും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ പള്ളിയിൽ കൃത്യമായിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും സുബൈക്ക് പ്രായാധിക്യമുള്ള ആളുകൾ, രോഗികളായ ആളുകളൊക്കെ സുബൈക്ക് ആ സുബഹി നിസ്കരിച്ച് അൽഹംദുലില്ലാ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാണ്ട് അത് റാഹത്ത് വേറെ ഇരിക്കും. എന്തെങ്കിലും ഒരു കാരണത്താൽ തക്കക്കേട് കൊണ്ടൊരു സുബഹി മിസ്സായിട്ട് കുറച്ച് വൈകി ഏരക്ക് എണീറ്റ് ആ ദിവസം പോക്കാണ്. അനുഭവം നോക്കൂ നിങ്ങൾ. എന്താ കാരണം? സ്വർഗീയ മന്ദമാരുതൻ അന്ന് അയാൾക്ക് കിട്ടിയില്ല. അതിനെ കാരണം
സുബഹി വാങ്ക് വിളിച്ചതു മുതൽ സൂര്യൻ ഉദിക്കും വരെയുള്ള സമയം സ്വർഗത്തിൽ നിന്നുള്ള ഇളം കാറ്റടിക്കുന്ന സമയമാണ്. ആ സമയത്ത് പ്രകൃതിയിലെ ഭൂമിയിലെ സർവ്വ ജന്തുക്കളും പറവകളും മൃഗങ്ങളും ഉണർന്നിരിക്കും. കാക്ക ഉണരും, കോഴി കൊക്കോ കൊക്കോ അല്ലേ, മൊല്ലാക്കാന്റെ വാങ്കിന്റെ ഒപ്പം ഉണ്ടാവും അല്ലേ. പോത്തില്ലേ, നമ്മള് ഒരു മനുഷ്യനെ അവഹേളിക്കുമ്പോൾ വിളിക്കണ പോത്ത്, ചീത്ത പറയുമ്പോ പോത്ത്, ആ പോത്ത് ഉണ്ടാവും എണീച്ചിട്ട് ആയ പറക്കണുണ്ടാവും. എപ്പോ സുബഹി വാങ്ക് വിളിച്ചാൽ പിന്നെ സൂര്യൻ ഉദിക്കുന്നതിനിടയിലുള്ള സമയത്ത് ഈ പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ ഭൂമിയിലെ പറവകളും ജന്തുക്കളും ഒക്കെ ഉണർന്നിരിക്കും. രണ്ട് ജന്തുക്കൾ ഒഴികെ. ഒന്ന് രാത്രി ഊരു തണ്ടുന്ന ശുനകന്മാർ, 4 കാലും വാലുള്ള അവന്മാര്, ആ നേരൊരു ഉറക്ക. ഇതുപോലെ നിസ്കരിച്ചാത്ത വീരാൻകുട്ടി, ഈ 2 ടീമും ഉണ്ടാവും. അല്ലാത്തൊരൊക്കെ ഉണർന്നിരിക്കും. മനസ്സിലായോ? ഈ 2 ജന്തുക്കൾ മാത്രമേ ആ നേരം ഉറങ്ങുള്ളൂ. ആ സമയം അല്ലാഹ് പറഞ്ഞു, നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടും ജീവിതോപാധികൾ കണ്ടെത്താൻ വേണ്ടിയും അധ്വാനിക്കാൻ വേണ്ടിയിട്ടുമാണ് പകലൊരുക്കി തന്നത്. എന്നിട്ട് നമ്മൾ നേരെ ഉൾട്ട വെച്ചു. എന്നിട്ട് നമ്മൾ പ്രധാനപ്പെട്ട പകലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ ഉറങ്ങുകയാണ്. ഇങ്ങനെ ഉറങ്ങിയാൽ ദാരിദ്ര്യം വരുമെന്ന് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഉസ്താദേ, കടം വീടാൻ ദുആയുണ്ടോ? ഉസ്താദ് പറഞ്ഞു, യാസീൻ ഓതി ദുആ ചെയ്തോ, തബാറക ഓതിക്കോ, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വ തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ എന്നുള്ള ആയത്തിന്റെ സൂറത്ത് ആലി ഇമ്രാന്റെ അത് ഓതിയാ കടം വീടുന്ന ഉസ്താദ് അതും പറഞ്ഞു കൊടുത്തു. എവിടെ കടങ്ങനെ കൂടെ? എന്താ കാരണം? ഈ ഹയവാൻ 9 മണിയാകാതെ എണീക്കൂല, കടം തീരൂല. ദീനുൽ ഇസ്ലാം പറഞ്ഞു, ആ നേരം ഉറക്ക് കടബാധ്യതയുണ്ടാക്കും, സാമ്പത്തികമായി കടബാധ്യതയുണ്ടാക്കും. ആ നേരത്തെ ഉറക്ക് ദാരിദ്ര്യം ഉണ്ടാക്കും. പിന്നെപ്പ ഉറങ്ങുക? സൂര്യൻ ഉദിച്ച ഉടനെ ഉറങ്ങിയാൽ ശരീരത്തിൻ്റെ എനർജിയെ അത് ബാധിക്കും. സുബഹി വാങ്ക് വിളിച്ചത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങുന്ന ആളുകൾക്ക് ദാരിദ്ര്യം വിട്ടുമാറൂല. സൂര്യൻ ഉദിച്ചത് മുതൽ, ഉദിച്ച ആ ടൈമിലാണ് കിടന്നുറങ്ങിയിട്ട് അങ്ങനെ ഉറങ്ങുന്ന ആളുകൾക്ക് ആരോഗ്യത്തിന് ബലക്ഷയം വരും, ആരോഗ്യത്തിന് ക്ഷീണം വരും. 10 മണി കഴിഞ്ഞ് ഉറങ്ങുന്നവർക്ക് ആരോഗ്യത്തിനത് ഗുണകരമാണ്, ബുദ്ധിശക്തിക്കത് നല്ലതാണ്, ആരാധനയ്ക്ക് ഉന്മേഷം കിട്ടാനത് നല്ലതാണ്. എപ്പോൾ? രാവിലെ 10 മണി കഴിഞ്ഞിട്ട് ളുഹർ വരെയുള്ള ഉറക്ക്. അതിനാണ് ഖൈലൂലത്തുറക്ക് എന്ന് പറയുന്നത്, സുന്നത്തായ ഉറക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയത് ഇമാമിയങ്ങളൊക്കെ ഉറങ്ങണമെന്ന് പഠിപ്പിച്ചത്. പൊന്നാരുസ്താദെ 10 മണി തൊട്ട് ളുഹർ വരെ ഇവിടെ ഉറങ്ങാൻ നേരം കിട്ടണ നേരത്താണ് ഉറങ്ങുക എന്നല്ലാതെ അത് പറ്റൂല. ഈ നേരത്തെ പറ്റൂലെങ്കിൽ ആ നേരം ഉറങ്ങണ്ട, സുന്നത്തേ പോവുള്ളൂ. ദാരിദ്ര്യം വരുന്ന ഹലാക്ക്, സുബഹിസ്കരിച്ചാത്ത ഹലാക്കൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളിതൊക്കെ പറഞ്ഞു തരുമ്പോൾ ഉസ്താദ് പറഞ്ഞൊക്കെ ശരി, ആ നേരം ഉറങ്ങാൻ പറ്റണ്ടേ, അവിടെ 8 മണി ആകട്ടെ എന്നാ ന്യായം അല്ലേ? ഇത് 10 മണി മുതലുള്ള ഉറക്ക്, ഉച്ച വരെയുള്ള ഉറക്ക് അത് നല്ലതാണ്, ശരീരത്തിനും മനസ്സിനും നല്ലതാണ്. ഉച്ച കഴിഞ്ഞുള്ള ഉറക്ക് വലിയ തെറ്റൊന്നുമില്ല, പക്ഷേ ആരാധനയ്ക്ക് മടുപ്പുണ്ടാക്കും. ലഞ്ച് കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടുള്ള ഉറക്ക് ആരാധനയിൽ മടുപ്പുണ്ടാക്കും അല്ലേ? ദൂരസ്കരിച്ചിട്ട് ആ ചോറും കഴിച്ചിട്ട് ഒറ്റ കിടപ്പ്, അസറിന്റെ ജമാഅത്തിൽ എത്താൻ കുറച്ച് പ്രയാസമായിരിക്കും. ആരെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ വല്ലാത്തൊരു പരിശ്രമം കൊണ്ടുമായിരിക്കും. കുഴപ്പമൊന്നുമില്ല, ആരാധനക്കതൊരു മടുപ്പുണ്ടാക്കും. ഏത്? ഉച്ച കഴിഞ്ഞിട്ടുള്ള ഉറക്ക്. അസർ കഴിഞ്ഞിട്ടുള്ള ഉറക്ക് നിത്യമായി അസർ കഴിഞ്ഞിട്ട് ഉറങ്ങിയാൽ ഭ്രാന്തുണ്ടാകും, ബുദ്ധി തകരും, മാനസിക രോഗം ഉണ്ടാവും. വിശ്വാസമില്ലേ? ഒരു മാസം ഉറങ്ങിയൊക്കെ അസർസ്കരിച്ചിട്ട് തുടങ്ങും മൂട വിട്ട്, പിന്നെ വല്ല മെൻ്റൽ രോഗ വിദഗ്ധന്മാരെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. അസറിന് ശേഷം ഉറങ്ങിയാൽ ബുദ്ധി തകരാറാകും. മഗ്രിബ് കഴിഞ്ഞ് ഉടനെ ഉറങ്ങുക എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ പൊരുത്തം നഷ്ടമാകാൻ അത് കാരണമാകും. ഇശ കഴിഞ്ഞ് അത്താഴൊക്കെ കഴിഞ്ഞ് റാഹത്തായി ഉറങ്ങൽ വജഅൽന ലൈല ലിബാസ, നിങ്ങൾക്കുള്ള വിരിപ്പന്നെയാണ്, നിങ്ങൾ ഉറങ്ങിക്കോളൂ എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ അറിയേണ്ടത് നമ്മളെ സമയങ്ങൾ, നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ സംവിധാനങ്ങൾ, ഇതിലൂടെയൊക്കെ നമ്മൾ റബ്ബുൽ ആലമീനെ വായിച്ചറിയണം. നമ്മൾ നിസ്കാരം നോലുമ്പും ഇബാദത്തൊക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പ്
മുമ്പ് നമുക്ക് വേണ്ടത് എന്താണ്? റബ്ബിനെ പരിചയപ്പെടുക എന്നുള്ള. അതുകൊണ്ട് ഫാത്തിഹയിൽ അഴുതും ബിസ്മിയും കഴിഞ്ഞേക്കൻ തന്നെ ഇയ്യാക നഅ്ബുദു എന്നല്ലല്ലോ പറഞ്ഞത്, അല്ലല്ലോ. ഇയ്യാക നഅ്ബുദു പറഞ്ഞാൽ ഇബാദത്തൊക്കെ ഞങ്ങൾ നിനക്ക് തീരുമാനിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുംട്ടോന്നാ. ഇബാദത്തിൻ്റെ കേസേ മുണ്ടണില്ല. ആദ്യം പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാ. റബ്ബുൽ ആലമീനെ പരിചയപ്പെടുക, എന്നിട്ട് ഇബാദത്തിൻ്റെ വർത്താനേ ഉള്ളൂ. ഇബാദത്തിന് മുമ്പ് നാം ഓരോരുത്തരും റബ്ബിനെ അറിയുകയാണ് വേണ്ടത്. ധാരാളം ഫർളും അതിനുശേഷം പിന്നെ എമ്പാടും സുന്നത്തും എല്ലാം നിർവഹിച്ചുകൊണ്ട് ഈമാൻ കിട്ടാതെ ചത്തുപോകുന്ന ആളുകളുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഫർള് എന്നാണ് കഷ്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ച് ഫർള് മാത്രം ചെയ്തിട്ട് ഈമാൻ കിട്ടി മരിച്ചു പോകുന്ന മുഅ്മിനീങ്ങളുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താ ഞാൻ പറഞ്ഞത്? ഫർളിന്റെ പുറമെ ഒത്തിരി സുന്നത്തും ഔറാദും ദിക്റും പുണ്യകർമ്മങ്ങളും ഒക്കെ പാടങ്ങട്ട് ചെയ്തിട്ട് അവസാനം ഈമാൻ കിട്ടാതെ ചത്തുപോകുന്ന പാർട്ടിയുണ്ട്. പാസ് മാർക്കിന് വേണ്ട ഫർള് കുറ്റമറ്റ നിലയിൽ ചെയ്യാൻ നോക്കിയിട്ട് അതിലൊക്കെ വൈകൃതങ്ങളും വൈകല്യങ്ങളും ഉണ്ട്. എന്നിട്ട് അങ്ങനെ മുഅ്മിനായി മരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. എന്താ ഇവിടെ കുഴപ്പം പറ്റിയത്? റബ്ബുൽ ആലമീനെ തിരിയുന്ന അടിമയാകുക എന്നതാണ് ബേസ്. റബ്ബുൽ ആലമീനെ പരിചയപ്പെട്ട ദാസനാവുക എന്നതാണ് അടിസ്ഥാനം. ആ അടിസ്ഥാനം ക്ലിയർ അല്ലെങ്കിൽ എത്ര തലകുത്തി മറിഞ്ഞിട്ടും കാര്യം ഇല്ല. റബ്ബുൽ ആലമീനെ പരിചയപ്പെടാതെ നമ്മുടെ ഇബാദത്തുകൾ പോലും അത് വെറും ഫാൾട്ടാണ്. ആരാ അബ്ദ്? റബ്ബിനെ തിരിഞ്ഞവൻ. റബ്ബുൽ ആലമീനെ ആർക്ക് തിരിഞ്ഞു അവനാണ് യഥാർത്ഥ അബ്ദ്. എന്നെ പടച്ച് എന്നെ പരിപാലിക്കുന്ന എൻ്റെ യജമാനൻ. ഈ യജമാനനെ ഞാൻ എന്നാണോ തിരിച്ചറിയുന്നത്, ആ യജമാനനെ കുറിച്ചുള്ള ബോധം എപ്പോഴാണോ എന്നിൽ സ്വാധീനം ചെലുത്തുന്നത്, അന്ന് ഞാൻ എൻ്റെ റബ്ബിനെ അറിഞ്ഞു. അതുവരെ ഈ കുത്തിമറിയിലൊക്കെ എക്സർസൈസേ കിട്ടുള്ളൂ കൂട്ടരെ. ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്തണ്ട് ക്ലിയർ ആയിട്ട് ഓതിയിട്ടേ രണ്ടാമത്തെ ആയത്ത് ഓതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റഹ്മാനി റഹീം മാലിക് യൗമിദ്ദീൻ ആ ഫാത്തിഹ ഓതണം. അത് ഓതി ക്ലിയർ ആകുമ്പോൾ അടിമ ആരാണെന്ന് അടിമ തിരിച്ചറിയും, ഉടമയെ അടിമ മനസ്സിലാക്കും, റബ്ബും മഅ്ബുദും തമ്മിലുള്ള ബന്ധമറിയും, ആ റബ്ബിനെ പരിചയപ്പെടും. എന്നിട്ടാണ് ഇബാദത്തുള്ളത്. സൂറത്തുൽ ബഖറ തുടങ്ങുന്നത് ഇബാദത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടല്ലല്ലോ, ആണോ? അലിഫ് ലാം മീം തൊട്ടിട്ടാണ് തുടങ്ങിയിട്ട് 21ാമത്തെ ആയത്തിൻ്റെ അവിടെയാണ് ഇബാദത്തിൻ്റെ കേസ് പറയുന്നത്. എത്ര ആയത്ത്? 20 ആയത്ത് കഴിഞ്ഞിട്ട് 21ാമത്തെ ആയത്തായിട്ട് പറയുന്നത് യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും. എന്താ പറയുന്നത്? അള്ളാനെ പരിചയപ്പെടുത്തണില്ല അവിടെ. അള്ളാനെ എല്ലാവർക്കും പരിചയപ്പെടാൻ പറ്റൂല. യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായിട്ടുള്ള ഇലാഹ് അല്ലേ, ഇങ്ങനെയുള്ള ഈ അർത്ഥത്തിലുള്ള. പക്ഷേ റബ്ബ് എന്ന് പറഞ്ഞാൽ ഗാർഡിയനാണ്. ഗാർഡിയനെ തിരിച്ചറിയണമെന്നും ഗാർഡിയനെ അനുസരിക്കണമെന്നതും ലോക നിയമമാണ് അല്ലേ. യുക്തിവാദികളും നിരീശ്വരവാദികളും പറയുന്നു ഗാർഡിയനെ അനുസരിക്കണം ഇല്ലേ. നിന്റെ രക്ഷിതാവ് ആരാന്ന് സ്കൂളിൽ ചോദിക്കൂലേ? പേരൻസ് ആരാന്ന് ചോദിക്കൂലേ? ഗാർഡിയൻ ആരാന്ന് ചോദിക്കൂലേ? ആ ഗാർഡിയനെ അനുസരിക്കുക എന്നുള്ളത് ലോകനീതിയാണ്, ലോക നിയമാണത്. അല്ല ആ നിലക്ക് മുസ്ലിമീങ്ങളെ, സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ ഒന്നും അല്ല വിളിക്കണില്ല. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ നിങ്ങൾ നിങ്ങളെ ഗാർഡിയൻ അനുസരിക്കണം എന്നാ പറയുന്നത്. ആലമീൻ എന്നതിൻ്റെ അർത്ഥതലങ്ങളെ അള്ളാഹു മറ്റു അധ്യായങ്ങളിൽ സൂറകളിൽ വിശദീകരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ മേഖല അടുത്ത ആഴ്ച അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ്റെ മറ്റൊരു മേഖല ഞാൻ മരിക്കോളം പറഞ്ഞാലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൻ്റെ മേഖലകൾ എനിക്ക് പറഞ്ഞു തീർക്കാനും പറ്റൂല. നിങ്ങളൊക്കെ മരിക്കോളം നിങ്ങൾക്ക് കേട്ട് തീർക്കാനും പറ്റൂല. അല്ലാഹ് ഖുർആൻ പറഞ്ഞാൽ അത്ര വിശാലാണ്. പക്ഷെ നമുക്ക് എല്ലായിടത്തും എത്താൻ പറ്റൂല. നമ്മൾ പരിമിതമായ അറിവുള്ളവരാണ്, ഗ്രാഹ്യശക്തി പരിമിതമായവരാണ്. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് മറ്റൊരു മേഖല അടുത്ത ആഴ്ച നമുക്ക് നോക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രധാന